നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെണ്ടയ്ക്ക വെച്ചിട്ടാണ് നമ്മളൊരു പാക്ക് ചെയ്യാൻ പോണേ. നല്ല അടിപൊളിയാണ് ഇത്. നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൽ നമുക്ക് 4 സ്റ്റെപ്പാണ്. ആദ്യം നമുക്കൊന്ന് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തൈര് എടുത്തിട്ട് നമുക്കൊന്ന് ക്ലെൻസിങ് ചെയ്യാം. ഒരു 1/2 സ്പൂൺ തൈര് മതി. നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുത്തേ. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. എന്ത് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യണേ. ഇനി നമുക്കൊരു സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തൈര്, ഒരു 1/2 സ്പൂൺ തൈര് തന്നെ ഇതൊക്കെ. അതിന് നമുക്ക് കുറച്ച് റവയാണ് ഇട്ട് കൊടുക്കണേ. സ്ക്രബ് ചെയ്യാം. കുറച്ച് റവയാണ് ഇട്ട് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു നുള്ളിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ചിടാം. ഇത്രയും മതി നമുക്ക് കാപ്പിപ്പൊടി. അത് മതിയെ. ഒരു നുള്ളിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് സ്ക്രബ് ഇട്ട് കൊടുക്കുക. സ്ക്രബ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് കഴുത്തിന് കൂടി ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് സ്ക്രബ് നല്ലപോലെ ചെയ്ത് കൊടുത്തേ. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് വരെ. നമ്മൾ നല്ലപോലെ കഴുകി തന്നെ അതിന് മാറ്റം കണ്ടോ. ഇനി നമുക്കൊരു മസാജ് കൊടുക്കേ. അതിന് ഒരു 1/2 സ്പൂൺ തൈര് മതി. 1/2 സ്പൂൺ തൈര്. ഇനി നമുക്ക് കുറച്ച് തേന് ഒരു തുള്ളി തേന് മതി. രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് തേച്ച് കൊടുക്കേ. എല്ലാവരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. problem set ചെയ്ത് കൊടുക്കാം. അതാണ് problem. കുട്ടികളോട് സെറ്റ് കൊടുത്തേ. ഇനി നമുക്കൊന്ന് കഴുകി നല്ല പോലെ കഴുകിയേ. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് തുടയ്ക്കാം. എന്ത് പാക്കിടുമ്പോഴും കഴുത്തിലും കൂടി ഇടണേ. ഇനി നമുക്ക് ഒരു 2 വെണ്ടയ്ക്ക മിക്സിയിൽ നല്ലപോലെ അരച്ച് വന്നാണ് കണ്ട. അത് നമുക്ക് ഒരു സ്പൂൺ എടുക്കാം. ഒരു സ്പൂൺ എടുത്തേ. അതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് കുറച്ച് തൈരും കൂടെ. തൈര് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ആക്കിയേ. എന്താ ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. എന്ത് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യണേ. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുഖം കഴുകിയിട്ട് കാണാവേ. മുഖമൊക്കെ നല്ല പോലെ കഴുകി കണ്ടോ. മൊത്തം മാറ്റം കണ്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയൊരു പേക്കാണിത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ ഒന്ന് തേച്ച് കൊടുക്കേ. നല്ല അടിപൊളിയൊരു പേക്കാണിത്. എല്ലാവരും ചെയ്ത് നോക്കണേ. ഫ്രഷ് അലോവേര ഇല്ലാത്ത കാരണം കടയിൽ നിന്ന് മേടിച്ചാണിത്. ഇത് കുറച്ചെടുത്ത് നമുക്ക് തേച്ച് കൊടുക്കാം. ഇവിടെ എന്താണ് അലോവേര ജെൽ വയ്ക്കുമ്പോൾ ഉണ്ടാവണില്ല. എത്രയും ഞാൻ വെക്കണ വെച്ചിട്ടോ പിടിക്കുന്നുണ്ട്. നല്ലോണം വാങ്ങി വെച്ചാൽ നല്ലോണം പിടിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് തന്നെ ചീഞ്ഞ് പോവും ചെയ്യും. നല്ല അടിപൊളി ഒരു പാക്കാണിത്. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. മുഖത്ത് പാക്കിട്ടിട്ട് പിന്നെ ഒരു വഴുവഴുപ്പല്ലേ വെണ്ടയ്ക്ക. അത് കാരണം വേഗം കഴുകി കളയാം കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ. ബൈ.